കുഞ്ഞുങ്ങൾക്ക് കഞ്ഞി കൊടുക്കാവോ എന്ന് പലരും ചോദിച്ചു. കഞ്ഞി കൊടുക്കുന്നത് തെറ്റൊന്നുമില്ല. കുഞ്ഞുങ്ങൾ പക്ഷേ നമ്മൾ ഒരു ബൗൾ കഞ്ഞി എടുത്തിട്ട് ആ ബൗൾ കഞ്ഞി മൊത്തം കുഞ്ഞ് കുടിക്കണമെന്ന് നമ്മൾ വാശി പിടിക്കാൻ പാടില്ല. 1, 2, 3 സ്പൂണൊക്കെ ആയിരിക്കും ചിലപ്പോൾ കുഞ്ഞുങ്ങൾ കഴിക്കുകയുള്ളൂ. നിങ്ങൾക്ക് പൊടിയരിക്കഞ്ഞി കൊടുക്കാം, നോർമൽ കുത്തരിയുടെ ചോറ് കൊടുക്കാം, കഞ്ഞി കൊടുക്കാം, നമുക്ക് ഞവരേരി കഞ്ഞി കൊടുക്കാം, ഞവരേരിയുടെ ചോറ് കൊടുക്കുകയും ചെയ്യാം, അല്ലെങ്കിൽ ഞവരേരിയുടെ കുറുക്കാണെങ്കിലും കൊടുക്കാവുന്നതാണ്. കഞ്ഞിവെള്ളം കൊടുക്കാവോ എന്ന് ചോദിച്ചു. 1, 2, 3 സ്പൂൺ കഞ്ഞിവെള്ളം കൊടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല. അത് കഞ്ഞിവെള്ളത്തിൽ ഉപ്പിട്ട് കൊടുക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് ക്ഷീണം തളർച്ചയും മാറാനായിട്ട് സഹായിക്കും. ഡീഹൈഡ്രേഷനൊക്കെ ഉള്ളപ്പോൾ അത് ഉത്തമവുമാണ്. രണ്ടാമത്തെ കാര്യം, കുഞ്ഞുങ്ങൾക്ക് ഓട്സ് കൊടുക്കാമെന്ന് പലരും ചോദിച്ചു. ഓട്സ് കൊടുക്കാവുന്നതാണ്. ഓട്സ് നമുക്ക് കുറുക്കി കൊടുക്കുകയും ചെയ്യാം, അതല്ലെങ്കിൽ നമുക്ക് വറുത്ത് പൊടിച്ച് കുറുക്കാക്കി കൊടുക്കുകയും ചെയ്യാവുന്നതാണ്. നോർമൽ ഓട്സ് ആയിട്ട് നമ്മൾ വലിയവർ കഴിക്കുന്നത് പോലെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ അത്യാവശ്യം കുഞ്ഞ് വിക്കി പോകാതെ അത് നുണഞ്ഞിറക്കാനുള്ള കപ്പാസിറ്റി ആകണം. അത് ഏകദേശം ഒരു 1.5 വയസ്സിന് ശേഷം കൊടുക്കുന്നതായിരിക്കും നല്ലത്. അതുവരെ നമുക്ക് വറുത്ത് പൊടിച്ച് കുറുക്കാക്കി കൊടുക്കുന്നതായിരിക്കും നല്ലത്. നമ്മൾ എല്ലാ കുറുക്കുകളുടെ അകത്തും നിർബന്ധമായിട്ടും മധുരം ഇടണമോ എന്ന് ചോദിച്ചു പലരും. പഞ്ചസാര ഇടുന്നതിനേക്കാൾ നല്ലത് അയൺ കിട്ടാനായിട്ട് പനങ്കൽക്കണ്ടമോ അല്ലെങ്കിൽ കരിപ്പെട്ടി ശർക്കരയോ ചേർത്ത് കൊടുക്കുന്നതായിരിക്കും. ശർക്കര പാനി കാച്ചി വെക്കുക. അപ്പോൾ നമുക്കിത് പാനി കാച്ചി നമുക്ക് അരിച്ചെടുക്കുമ്പോൾ അതിൻ്റെ അകത്ത് എന്തെങ്കിലും അഴുക്കുണ്ടെങ്കിൽ അത് പോകാൻ സഹായിക്കുകയും ചെയ്യുന്നതായിരിക്കും. ശർക്കര കൊടുക്കുന്നതിനെ തുടർന്ന് നാച്ചുറലായിട്ടുള്ള അയണാണ്. ആ അയൺ കിട്ടുന്നത് കുഞ്ഞുങ്ങൾക്ക് നല്ലതുമാണ്.